ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് തുളസീദാസ് പരമേശ്വരൻ. പ്രധാന വാർത്തകൾ. പാർലമെന്റിന്റെ ഇരുസഭകളിലും നടപടിക്രമങ്ങൾ പുരോഗമിക്കുന്നു. ചരിത്ര നായകൻ റാണ സംഗയ്ക്ക് എതിരായ പരാമർശത്തിൽ രാജ്യസഭയിൽ ഭരണപക്ഷ പ്രതിഷേധം. 6ാമത് ബിംസ്റ്റെക് ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി തായ്ലൻഡ് സന്ദർശിക്കും. സ്പേഡെക്സ് ദൌത്യത്തിന്റെ ഭാഗമായ റോളിംഗ് പരീക്ഷണം വിജയകരമായി പൂർത്തിയാക്കി ISRO. കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ സമ്പൂർണ്ണ മാലിന്യമുക്തമാകുന്നതിന്റെ ഔദ്യോഗിക പ്രഖ്യാപനം മറ്റന്നാൾ. IPL ക്രിക്കറ്റിൽ ഇന്ന് ചെന്നൈ സൂപ്പർ കിങ്സ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിനെ നേരിടും. വാർത്തകൾ വിശദമായി. പാർലമെന്റിന്റെ ഇരുസഭകളിലും നടപടിക്രമങ്ങൾ പുരോഗമിക്കുന്നു. ഇന്ത്യൻ തുറമുഖ ബിൽ 2025 കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാൾ ലോക്സഭയിൽ അവതരിപ്പിച്ചു. തുറമുഖ വികസനം, തീരമേഖലയുടെ സമഗ്ര പരിപാലനം എന്നിവയാണ് ബിൽ ലക്ഷ്യമിടുന്നത്. കോസ്റ്റൽ ഷിപ്പിംഗ് ബില്ലും ഇന്ന് ലോക്സഭയുടെ പരിഗണനയ്ക്ക് എത്തും. അതേസമയം ചരിത്ര നായകൻ റാണ സംഗയ്ക്കെതിരായ സമാജ്വാദി പാർട്ടി നേതാവ് രാംജിലാൽ സുമന്റെ പരാമർശത്തെ തുടർന്ന് രാജ്യസഭയിൽ ഭരണപക്ഷാംഗങ്ങൾ കനത്ത പ്രതിഷേധം ഉയർത്തി. വിഷയത്തിൽ MP മാപ്പ് പറയണമെന്ന് ഭരണപക്ഷം ആവശ്യപ്പെട്ടു. ദേശീയ നായകരെ വിമർശിക്കുന്നത് ജനപ്രതിനിധികൾക്ക് യോജിച്ച കാര്യമല്ലെന്ന് സഭാധ്യക്ഷൻ ജഗദീപ് ധൻഖർ പറഞ്ഞു. ജനങ്ങളുടെ വികാരം വ്രണപ്പെടുത്തരുതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. പരാമർശത്തെ പ്രതിപക്ഷ പാർട്ടികൾ ഒന്നടങ്കം അപലപിക്കണമെന്ന് പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു പറഞ്ഞു. ഭരണപക്ഷ ബഹളത്തെ തുടർന്ന് സഭാ നടപടികൾ 12 മണിവരെ നിർത്തിവയ്ക്കുകയായിരുന്നു. രാജ്യത്തെ 4.5 കോടി കുടുംബങ്ങളിലെ 70 വയസ്സിന് മുകളിൽ പ്രായമുള്ള 6 കോടിയിലധികം മുതിർന്ന പൌരന്മാർക്ക് പ്രധാൻമന്ത്രി ജൻ ആരോഗ്യ യോജനയുടെ പ്രയോജനം ലഭിക്കുമെന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദ. പ്രതിവർഷം 5 ലക്ഷം രൂപ വരെ സൌജന്യ ചികിത്സാ ആനുകൂല്യങ്ങളാണ് പദ്ധതിയിലൂടെ ഉറപ്പുവരുത്തിയിട്ടുള്ളത്. സാമൂഹിക സാമ്പത്തിക വ്യത്യാസങ്ങൾ കണക്കിലെടുക്കാതെ ഈ പ്രായപരിധിയിലുള്ള എല്ലാവർക്കും പദ്ധതിയുടെ പ്രയോജനം ലഭിക്കുമെന്നും അദ്ദേഹം ലോക്സഭയിൽ ചോദ്യോത്തരവേളയിൽ പറഞ്ഞു. प्रधानमंत्री मोदी जी तीसरी बार उनको भारत देश का आशीर्वाद मिला है, तो अब इस देश में 70 साल से ऊपर के कोई भी व्यक्ति किसी भी आमदनी का को 5 लाख रुपए का सालाना जिंदगी जब तक वो अंतिम सांस नहीं लेगा तब तक उसको 5 लाख रुपीस का हेल्थ कवरेज दिया जाएगा. दिस इज द वर्ल्ड्स लार्जेस्ट हेल्थ कवरेज प्रोग्राम. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ തായ്ലൻഡ് ശ്രീലങ്ക സന്ദർശനത്തിന് അടുത്ത മാസം 3-ന് തുടക്കമാവും. ബാങ്കോക്കിൽ നടക്കുന്ന 6ാമത് ബിംസ്റ്റെക് ഉച്ചകോടിയിൽ ശ്രീ മോദി പങ്കെടുക്കും. പ്രധാനമന്ത്രിയുടെ 3ാമത്തെ തായ്ലൻഡ് സന്ദർശനമാണ് ഇത്. ബിംസ്റ്റെക് നേതാക്കളുമായി ഉഭയകക്ഷി സഹകരണം സംബന്ധിച്ച് പ്രധാനമന്ത്രി ചർച്ച നടത്തും. തുടർന്ന് അടുത്ത മാസം 4-ന് ശ്രീലങ്കയിൽ എത്തുന്ന ശ്രീ മോദി ശ്രീലങ്കൻ പ്രസിഡന്റുമായി കൂടിക്കാഴ്ച നടത്തും. ഇന്ത്യ ശ്രീലങ്ക സഹകരണം കൂടിക്കാഴ്ചയിൽ ചർച്ചയാവും. സ്പേഡെക്സ് ദൌത്യത്തിന്റെ ഭാഗമായുള്ള റോളിംഗ് പരീക്ഷണം വിജയകരമായി പൂർത്തിയാക്കി ISRO. ഉപഗ്രഹങ്ങളുടെ പ്രദക്ഷിണ ചലനവുമായി ബന്ധപ്പെട്ടതാണ് ഈ പരീക്ഷണം. ചന്ദ്രയാൻ 4 പോലുള്ള ഭാവി ദൌത്യങ്ങൾക്ക് ഈ പരീക്ഷണം സഹായകമാകുമെന്ന് ISRO ചെയർമാൻ V. നാരായണൻ പറഞ്ഞു. ഈ മാസം 13-ന് സ്പേഡെക്സ് ദൌത്യത്തിന്റെ ഭാഗമായ 2 ഉപഗ്രഹങ്ങളുടെ അൺഡോക്കിംഗ് ISRO വിജയകരമായി പൂർത്തിയാക്കിയിരുന്നു. ഡൽഹി ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് യശ്വന്ത് വർമ്മയുടെ ബംഗ്ലാവിൽ നിന്ന് വൻതോതിൽ കത്തി നശിച്ച പണം കണ്ടെത്തിയ സംഭവത്തിൽ പോലീസ് അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജി സുപ്രീംകോടതി ഇന്ന് പരിഗണിക്കും. ജസ്റ്റിസുമാരായ അഭയ് S. ഒക, ഉജ്ജൽ ഭുയാൻ എന്നിവരടങ്ങിയ ബെഞ്ചായിരിക്കും കേസ് പരിഗണിക്കുക. സംഭവത്തെ തുടർന്ന് സുപ്രീംകോടതി കൊളീജിയം ജസ്റ്റിസ് വർമ്മയെ അലഹബാദ് ഹൈക്കോടതിയിലേക്ക് മടക്കി അയച്ചിരുന്നു. അതേസമയം ആരോപണങ്ങൾ ജസ്റ്റിസ് വർമ്മ നിഷേധിച്ചു. സംസ്ഥാനത്തെ സമ്പൂർണ്ണ മാലിന്യമുക്ത തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പ്രഖ്യാപനം മറ്റന്നാൾ നടക്കും. 126 ഗ്രാമപഞ്ചായത്തുകളും 13 മുനിസിപ്പാലിറ്റികളും മാലിന്യമുക്ത തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളായി ഇതിനകം തന്നെ പ്രഖ്യാപിക്കപ്പെട്ടിട്ടുണ്ട്. 8337 മാലിന്യമുക്ത വാർഡുകളുടെ പ്രഖ്യാപനവും പൂർത്തിയായി. 13 മാനദണ്ഡങ്ങളിൽ ഓരോന്നിലും 80% പുരോഗതി കൈവരിച്ച തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെയാണ് മാലിന്യമുക്തമായി പ്രഖ്യാപിക്കുന്നത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AIR ന്യൂസ് _TVM X ഹാൻഡിലും ലഭ്യമാണ്. ഇന്ന് റംസാൻ മാസത്തിലെ അവസാന വെള്ളി. ഖുർആൻ പാരായണത്തിൽ മുഴുകി പാപമോചനത്തിനായി പ്രാർത്ഥിക്കുകയാണ് ഇസ്ലാം മത വിശ്വാസികൾ. ദാനധർമ്മങ്ങളിൽ സജീവമാകുന്നതിനൊപ്പം വിശ്വാസികൾ പള്ളികളിൽ കൂടുതൽ സമയം ചെലവിടും. ഇന്നലെയായിരുന്നു ലൈലത്തുൽ ഖദർ.
ആരോഗ്യവകുപ്പ് നടപ്പിലാക്കുന്ന കേരള കെയർ പദ്ധതിയുടെ ഭാഗമായ പാലിയേറ്റീവ് കെയർ ഗ്രിഡ് കണ്ണൂരിൽ അടുത്ത മാസം പ്രവർത്തന സജ്ജമാകും. പാലിയേറ്റീവ് പരിചരണം ഏകോപിപ്പിക്കാനുള്ളതാണ് പദ്ധതി. വിശദാംശങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ. കണ്ണൂർ ജില്ലയിൽ 17,000-ലധികം പേർക്കാണ് വീടുകളിലെത്തി സാന്ത്വന ചികിത്സ ലഭ്യമാക്കുന്നത്. പാലിയേറ്റീവ് കെയർ ഗ്രിഡ് പ്രവർത്തന സജ്ജമാകുന്നതോടെ സാന്ത്വന ചികിത്സ ലഭിക്കുന്ന ജില്ലയിലെ രോഗികളുടെ മുഴുവൻ വിവരങ്ങളും വെബ് പോർട്ടലിൽ ലഭ്യമാവും. പദ്ധതിയുടെ ഭാഗമായി നഴ്സുമാർ, ഫിസിയോതെറാപ്പിസ്റ്റുകൾ, ആശാപ്രവർത്തകർ എന്നിവർക്കുള്ള പരിശീലനം പൂർത്തിയായി. ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സഹകരണത്തോടെയാണ് പാലിയേറ്റീവ് പരിചരണം നടപ്പാക്കുന്നത്. സന്നദ്ധ സംഘടനകൾക്ക് രജിസ്ട്രേഷൻ നൽകൽ, പൊതുജനങ്ങൾക്ക് ആവശ്യമായ സേവനങ്ങൾ തിരഞ്ഞെടുക്കാനുള്ള സൌകര്യം, പ്രവർത്തനങ്ങൾ വിലയിരുത്താൻ സംസ്ഥാന, ജില്ലാ, പഞ്ചായത്ത്, വാർഡ് തലങ്ങളിൽ ഡാഷ്ബോർഡ്, പൊതുജനങ്ങൾക്കുള്ള ഡാഷ്ബോർഡ് എന്നിവയാണ് പാലിയേറ്റീവ് കെയർ ഗ്രിഡിലൂടെ നിർവഹിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിലേക്ക് ആശയങ്ങളും അഭിപ്രായങ്ങളും ഇന്നുകൂടി സമർപ്പിക്കാം. 1800117800 എന്ന ടോൾ ഫ്രീ നമ്പർ, നരേന്ദ്രമോദി ആപ്പ്, മൈ ജിഒവി ഓപ്പൺ ഫോറം എന്നിവയിലൂടെ അഭിപ്രായങ്ങൾ അറിയിക്കാവുന്നതാണ്. മറ്റന്നാളാണ് പരിപാടിയുടെ പ്രക്ഷേപണം. മൻ കി ബാത്തിന്റെ 120ാം പതിപ്പാണ് ഇത്. കേന്ദ്ര വനിതാ ശിശു വികസന മന്ത്രാലയം പ്രധാനമന്ത്രി രാഷ്ട്രീയ ബാൽ പുരസ്കാരത്തിനുള്ള അപേക്ഷകൾ ക്ഷണിച്ചു. നാഷണൽ അവാർഡ്സ് പോർട്ടലിലൂടെ അടുത്ത മാസം 1 മുതൽ അപേക്ഷകൾ സമർപ്പിക്കാവുന്നതാണ്. വിവിധ മേഖലകളിൽ നേട്ടങ്ങൾ കൈവരിച്ച 5-നും 18-നും വയസ്സിനിടയിൽ പ്രായമുള്ള കുട്ടികളെയാണ് പുരസ്കാരത്തിനായി പരിഗണിക്കുന്നത്. ജൂലൈ 31 അവസാന തീയതി. ജമ്മു കാശ്മീരിൽ രക്തബന്ധമുള്ളവർക്കിടയിൽ സമ്മാനമായി നൽകുന്ന സ്വത്ത് കൈമാറ്റങ്ങൾക്കുള്ള സ്റ്റാമ്പ് ഡ്യൂട്ടി സർക്കാർ ഒഴിവാക്കി. ഇളവ് ഏപ്രിൽ 1 മുതൽ പ്രാബല്യത്തിൽ വരും. ഹോർഡിംഗുകൾ സ്ഥാപിക്കുന്നതിനായി ഖജനാവ് ദുരുപയോഗം ചെയ്തതിന് ഡൽഹി മുൻ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ അടക്കമുള്ളവർക്കെതിരെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തതായി ഡൽഹി പോലീസ്. ഇത് സംബന്ധിച്ച പരാതിയെ തുടർന്ന് കോടതി നിർദ്ദേശപ്രകാരമാണ് നടപടി. IPL ക്രിക്കറ്റിൽ ഇന്ന് ചെന്നൈ സൂപ്പർ കിങ്സ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിനെ നേരിടും. ചെന്നൈ ചിദംബരം സ്റ്റേഡിയത്തിൽ രാത്രി 7:30-നാണ് മത്സരം. ഇന്നലെ നടന്ന മത്സരത്തിൽ ലക്നൌ സൂപ്പർ ജയന്റ്സ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ 5 വിക്കറ്റിന് പരാജയപ്പെടുത്തി. ISL ഫുട്ബോൾ പ്ലേ ഓഫ് മത്സരങ്ങൾക്ക് നാളെ തുടക്കം. രാത്രി 7:30-ന് നടക്കുന്ന ആദ്യ പ്ലേ ഓഫിൽ ബംഗളൂരു മുംബൈ സിറ്റിയെ നേരിടും. അടുത്ത മാസം 12-നാണ് ഫൈനൽ. ലോക വ്യാപാര സംഘടനയ്ക്കുള്ള സംഭാവനകൾ നിർത്തിവച്ച് അമേരിക്ക. ചെലവുകൾ കുറയ്ക്കുവാനുള്ള ഡൊണാൾഡ് ട്രംപ് ഭരണകൂടത്തിന്റെ ശ്രമങ്ങളുടെ ഭാഗമായാണ് നടപടി. ലോക വ്യാപാര സംഘടനയുടെ വാർഷിക ബജറ്റിന് 11% US സംഭാവന ചെയ്യുന്നത്. ലോകാരോഗ്യ സംഘടനയിൽ നിന്നും ഇതിനകം തന്നെ പിന്മാറിയ ട്രംപ് ഭരണകൂടം വിവിധ അന്താരാഷ്ട്ര സംഘടനകൾക്കുള്ള ധനസഹായവും വെട്ടിക്കുറച്ചിരുന്നു. US-ൽ ഇറക്കുമതി ചെയ്യുന്ന വാഹനങ്ങൾക്ക് 25% തീരുവ ഏർപ്പെടുത്തുന്നുവെന്ന ഡൊണാൾഡ് ട്രംപിന്റെ പ്രഖ്യാപനത്തെ അപലപിച്ച് കനേഡിയൻ പ്രധാനമന്ത്രി മാർക്ക് കാർണി. കനേഡിയൻ തൊഴിലാളികൾക്കും വ്യവസായങ്ങൾക്കും നേരെയുള്ള ആക്രമണമാണ് ഇതെന്ന് അദ്ദേഹം പ്രതികരിച്ചു. കാനഡയെ സ്വന്തമാക്കുവാനുള്ള അമേരിക്കയുടെ ആഗ്രഹം നടക്കില്ലെന്നും മാർക്ക് കാർണി വ്യക്തമാക്കി. ഓസ്ട്രേലിയയിൽ മെയ് 3-ന് പൊതു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് പ്രധാനമന്ത്രി ആന്റണി ആൽബനീസ്. വർദ്ധിച്ച ജീവിത ചെലവ്, ഭവന സംവിധാനങ്ങളുടെ അപര്യാപ്തത തുടങ്ങി നിരവധി പ്രശ്നങ്ങൾ സർക്കാരിന് വെല്ലുവിളി ഉയർത്തുന്നതിനിടെയാണ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം. ആൽബനീസിന്റെ ലേബർ പാർട്ടിയും പ്രതിപക്ഷ നേതാവ് പീറ്റർ ഡറ്റൺ നേതൃത്വം നൽകുന്ന കൺസർവേറ്റീവ് സഖ്യവും തമ്മിലാണ് പ്രധാന മത്സരം. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 293 പോയിന്റ് താഴ്ന്ന് 77,312-ലും ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 79 പോയിന്റ് നഷ്ടത്തിൽ 23,513-ലും വ്യാപാരം തുടരുന്നു. സ്വർണ്ണവില ഉയർന്നു. ഗ്രാമിന് 105 രൂപ വർദ്ധിച്ച് 8,340 രൂപയും പവന് 840 രൂപ ഉയർന്ന് 66,720 രൂപയുമാണ് ഇന്നത്തെ വില. ബംഗ്ലാദേശ് ഇടക്കാല സർക്കാരിന്റെ മുഖ്യ ഉപദേഷ്ടാവ് മുഹമ്മദ് യൂനുസും ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ പിങ്ങുമായി ഉഭയകക്ഷി ചർച്ചകൾ നടത്തി. ബംഗ്ലാദേശും ചൈനയും തമ്മിലുള്ള ബന്ധം ശക്തിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ ബീജിംഗിൽ ഇന്ന് രാവിലെയാണ് കൂടിക്കാഴ്ച നടന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. പാർലമെന്റിന്റെ ഇരുസഭകളിലും നടപടിക്രമങ്ങൾ പുരോഗമിക്കുന്നു. ചരിത്ര നായകൻ റാണ സംഗയ്ക്ക് എതിരായ പരാമർശത്തിൽ രാജ്യസഭയിൽ ഭരണപക്ഷ പ്രതിഷേധം. 6ാമത് ബിംസ്റ്റെക് ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി തായ്ലൻഡ് സന്ദർശിക്കും. സ്പേഡെക്സ് ദൌത്യത്തിന്റെ ഭാഗമായ റോളിംഗ് പരീക്ഷണം വിജയകരമായി പൂർത്തിയാക്കി ISRO. കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ സമ്പൂർണ്ണ മാലിന്യമുക്തമാകുന്നതിന്റെ ഔദ്യോഗിക പ്രഖ്യാപനം മറ്റന്നാൾ. IPL ക്രിക്കറ്റിൽ ഇന്ന് ചെന്നൈ സൂപ്പർ കിങ്സ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട്